വന്യജീവികൾ പെറ്റുപെരുകുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് എം മണി MLA. ഇതിനെതിരെ ഇടുക്കി ജില്ലയിൽ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും എം മണി പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഒഴികെ മറ്റെല്ലാ താലൂക്കിലും വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യമാണ്. മനുഷ്യന് കൃഷി ചെയ്തോ വഴിയിലൂടെ ഇറങ്ങി നടക്കുവാനോ കഴിയാത്ത അവസ്ഥയാണ്. ജില്ലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. ജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുകയും വന്യജീവി ആക്രമണം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വേണം. വന്യജീവികൾ പെറ്റുപെരുകുന്ന നിയമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ഉടുമ്പൻചോല MLA എം മണി പറഞ്ഞു. CPIM ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മനുഷ്യ വന്യജീവി സംഘർഷവും കേന്ദ്ര വനനിയമവും എന്ന വിഷയത്തിൽ ജനുവരി 10-ാം തീയതി പൂപ്പാറയിൽ നടത്തപ്പെടുന്ന സെമിനാറിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ജില്ലയിൽ ഈ വന്യമൃഗങ്ങൾക്ക് ഭീഷണിയില്ലാത്ത ഒരു താലൂക്ക് മാത്രമേ ഉള്ളൂ. സാമാന്യന് വലിയ കുഴപ്പമില്ലാത്തത് തൊടുപുഴ താലൂക്ക്. ബാക്കി എല്ലാ മേഖലയിലും വന്യജീവികളുടെ ഭീഷണി, ആന, കാട്ടുപോത്ത്, കാട്ടുപന്നി, മനുഷ്യന് കൃഷി ചെയ്ത് ജീവിക്കാൻ പോലും പറ്റാത്ത നിലയിലാണ് ഇന്ന് അതിൻ്റെ ആക്രമണം ഭീഷണിയോടുകൂടിയെന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇതിനോട് ജനങ്ങളെ അണിനിർത്തി വളരെ ശക്തമായ പ്രതികരണം രൂപപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്. ഗവൺമെൻറ്റിന് ശ്രദ്ധ ഈ കാര്യത്തിൽ കൊണ്ടുവരാം എന്നതാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ എല്ലാം ദൃശ്യമാണ്. നമ്മൾ ഏതായാലും ഇവിടെ പെട്ടുപോയതിന് വരുന്ന ഭീഷണിയെ നേരിടുകയല്ല, വേറെ പോകുമ്പോൾ നമ്മുടെ മുന്നിലില്ല. CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. VN മോഹനൻ, NP സുനിൽകുമാർ, ലിജു വർഗീസ്, NR ജയൻ, VV ഷാജി, VA കുഞ്ഞുമൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംഘാടക സമിതി രക്ഷാധികാരിയായി എം മണിയെയും ചെയർമാനായി VN മോഹനനെയും കൺവീനറായി NP സുനിൽകുമാറും ഉൾപ്പെടുന്ന 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.